നമ്മളെല്ലാം കേട്ടൊരു കാര്യമാണ് ഒരു സ്വാപ്പ് ഡീലിൻ്റെ സാധ്യത. അതായത് ജീക്സൺ സിംഗിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കൊടുത്ത് അർമാൻഡോ സാദിഖുവിനെ ഇങ്ങോട്ട് മേടിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അർമാൻഡോ സാദിഖും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് 2025 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. സോ വലിയ ട്രാൻസ്ഫർ ഫീ ഒന്നും ഇല്ലാതെ അത് ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും ജീക്സൺ സിംഗിനെ കൊടുത്തേ മതിയാകുകയുള്ളൂ. സോ അങ്ങനെ ഒരു എന്താ പറയുക സ്വാപ്പ് ഡീലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ജീക്സൺ സിംഗ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും സ്വാപ്പ് ഡീലിൻ്റെ കാര്യം ഏതാണ്ടൊക്കെ ഓവറായി. ഇനി നമ്മൾ കേട്ടൊരു കാര്യമാണ് ദീപക് താങ്കരി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിടാനുള്ള സാധ്യതകളുണ്ട്. അതിന് 3 ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും അത് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല പ്ലേയേഴ്സിനെ അങ്ങോട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് മോശമായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതായത് ദീപക് താങ്കരി ആ ഒരു ലെവൽ പ്ലെയറാണ്. നമ്മൾ പ്രീതം കോട്ടലിനെ സ്വന്തമാക്കിയ പോലെ. അതായത് ദീപക് താങ്കരി അത്ര വലിയ പ്ലെയറാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹം ഒരു ഡിസ്ട്രോയർ എന്ന രീതിയിലാണ് കൂലി കളിക്കുന്നത്. അതായത് വരുന്ന ബോൾ ക്ലിയർ ചെയ്യുക, ഇൻ്റർസെപ്ഷൻസ് ചെയ്യുക, അതുപോലെ തന്നെ ഹാർഡ് ടാക്കിൾസ് ചെയ്യുക, അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അല്ലാതെ ക്രിയേറ്റീവ് മെൻറ്റാലിറ്റി ഉള്ളൊരു പ്ലെയറേ അല്ല. സോ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കാണും ഈ ഒരു 3 ക്ലബ്ബിൽ. കാരണം ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ സ്വന്തമാക്കുക എന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് പ്രത്യേക ഒരു കഴിവാണ്. അതായത് നല്ല പ്ലേയേഴ്സിനെ അങ്ങോട്ട് കൊടുത്ത് മോശം പ്ലെയറിനെ സ്വന്തമാക്കുക, അതൊരു ഒന്നാന്തരം കഴിവാണ്. എന്തായാലും അർമാൻഡോ സാധിക്കുകയാണെങ്കിലും പിന്നെയും പ്രശ്നമില്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. സോ ദീപക് താങ്കരിയാണ് അങ്ങനെ ഒരു സ്വാപ്പ് ഡീൽ നിന്നിരുന്നെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും സ്വാപ്പ് ഡീലൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ദീപക് താങ്കരിയുടെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. എന്തായാലും 3 ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദീപക് താങ്കരി ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഞങ്ങൾ വിട്ടു തരില്ല എന്ന്. എന്തായാലും അതാണ് തീരുമാനം എന്ന് പറയുന്നത്. അവർ ഒരു മോശം പ്ലെയറിനെ പോലും, അതായത് വലിയ ഇമ്പാക്റ്റ് ഒന്നും സൃഷ്ടിക്കാത്ത ഒരു പ്ലെയറിനെ പോലും അവർ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത്.